ചെയ്യാനോ കരയിലേട്ട് അമ്മ ഉണ്ടാക്കി തരാട്ടാ. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഈവനിങ് സ്നാക്സിന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മൈദാമാവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഗോതമ്പ് മാവ് വെച്ചും ഗോതമ്പ് മാവും ബ്രെഡും വെച്ച് നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പ് മാവ്, കുറച്ച് ജീരകം, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് ഇതെല്ലാം കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി ഒരുപാട് ലൂസായിട്ടില്ല, കുറച്ച് കട്ടിയായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇടട്ടെ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഉപ്പ്, മധുരം നമുക്ക് ആവശ്യത്തിനിടാം. ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി കേട്ടോ. ഗോതമ്പ് മാവ് അത്രയേ വേണ്ടൂ. ഏലക്കായ ഉള്ളവർക്ക് ഏലക്കായ പൊടി വേണമെങ്കിൽ ഇടാം. എൻ്റെ അടുത്ത് ഇല്ല, അത് കാരണം ഞാൻ ഇടുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ വെറും ഒരു 2 ബ്രെഡ് എടുത്തുള്ളൂ കേട്ടോ. 2 ബ്രെഡ് നീളത്തിൽ മുറിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് മക്കൾക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ വീട്ടിലൊന്നുമില്ലെങ്കിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ആകെ ബ്രെഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് മൈദാമാവ് തന്നെ വേണമെന്നില്ല, ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, നന്നായിരിക്കും. ബ്രെഡ് ബജ്ജി അല്ല കേട്ടോ. ബ്രെഡ് ബജ്ജി പറഞ്ഞാൽ നമ്മൾ കടലമാവ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. ഇത് ഗോതമ്പ് മാവ് മധുരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇവൻ വൈകുന്നേരം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് മോൻ കരഞ്ഞപ്പോൾ ഞാൻ ശരി എന്നാൽ ഉണ്ടാക്കിത്തരാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ആളങ്ങനെ കഴിച്ചൊന്നുമില്ല കേട്ടോ. ഒരെണ്ണം മറ്റേ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ബ്രെഡും എണ്ണയിൽ മുക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ചായയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചതാണ്, എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വെച്ചതാണ്. നമുക്ക് സ്ഥലമൊക്കെ കുറച്ചേ ഉള്ളൂ, അത് കാരണം ഞാൻ എടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടി വെച്ചതാണ്. എന്നിട്ട് നമ്മൾ ഓരോ ബ്രെഡായിട്ട് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ ആർക്കെങ്കിലും റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോയ്ക്ക് വലിയ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വീഡിയോ ക്ലാരിറ്റി ഇതൊക്കെ കുറവാണ്. നമ്മുടെ സാധാ ഒരു കുഞ്ഞു ഫോണിലാണ് എടുക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ചായ വെച്ചു, ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഈവനിങ് സ്നാക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നുകൂടി പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.